അമാനുഷികമായ ഒരു ലോകം പ്രേക്ഷകർക്ക് സമ്മാനിച്ച് അതിന്റെ ഏറ്റവും അറ്റത്ത് മറ്റൊരു ലോകത്തേക്കുള്ള ക്ഷണക്കത്ത് നൽകി ലോക ചാപ്റ്റർ 1 അവസാനിപ്പിക്കുന്നിടത്ത് പതിയെ ഉയർന്നു വരുന്ന തനി ലോകമുറക്കാരിയുടെ ബാസ് സമ്മാനിക്കുന്നത് അടിമുടി കോരിത്തെരിപ്പിക്കുന്ന പൂർണ്ണതയാണ്. റിലീസിന് മുൻപേ വാക്കുകൾക്കുള്ളിൽ ഒളിപ്പിച്ചു പറഞ്ഞ കഥ അവിടെ പ്രേക്ഷകരുടെ വായനയ്ക്കായി തുറന്നു കൊടുക്കുകയായിരുന്നു. ആരാണ് ചന്ദ്രയെന്നും എന്താണ് അവളുടെ കഥയെന്നും പവറെന്നും ഒരു പ്രൊമോ സോങ്ങിൽ പൊതിഞ്ഞൊരുക്കുന്ന മൂസിൻ മാജിക്. ലളിതമായതിനെ കൂട്ടിവെച്ച് കോംപ്ലക്സ് ആക്കുകയും ആഴത്തിൽ കാണുമ്പോൾ അത് സരസമായി തീരുകയും ചെയ്യുന്ന ബഷീറിയൻ ഫ്ലേവറുള്ള മൂസിന്റെ പാട്ടുകൾ ചുമ്മാതങ്ങ് ഹിറ്റാവുകയല്ല, കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് അത് ഹിറ്റിൽ മുത്തമിടുന്നത്. കേൾക്കും തോറും ഉള്ളറകൾ തുറന്നു കൊടുക്കുന്ന വേഡ് പ്ലേകളുടെ സുൽത്താനാണ് അയാൾ. ശരിക്കും ഒരു നരിഭാവന ധിക്കാരി. മലയാള സിനിമ ഡിമാൻഡ് ചെയ്ത ഭാഷാശുദ്ധിയെ മറികടന്നാണ് മൂസിന്റെ പേന എക്കാലത്തും പണിയെടുത്തത്. മലബാർ വാമൊഴികളുടെ കാവ്യ സൗന്ദര്യത്തിന് പരാരിയുടെ പ്രയോഗങ്ങൾ പര്യായമായി എത്തിയത് പെട്ടെന്നായിരുന്നു. മലയാളം മാത്രമല്ല, അതിലേക്ക് ഇംഗ്ലീഷും അറബിയും ഹിന്ദിയും എല്ലാം ചേർത്ത് വയ്ക്കുന്ന പാട്ടുകൾ സുന്ദര കാവ്യങ്ങളായി മലയാളത്തിന്റെ നാവിൻ തുമ്പിൽ ആകെ പടർന്നു. ഒരു ഫ്ലോയിൽ സ്ക്രോളിൽ നേരം പോകും പോക്കിൽ പെട്ടോനാണ് യാ ഇലാഹി പാസാക്കി തന്നോണെ ഹാജാത്ത് എന്ന് തുടരുന്ന മലയാളവും അറബിയും ഇംഗ്ലീഷും കലർന്ന തനി നാടൻ കസർത്ത്. തനി ലോകമുറക്കാരിയും ഭിന്നമല്ല. ആലത്തിന് സെന്റർ എന്ന് എഴുതുന്നിടത്ത് അറബിക്കും ഇംഗ്ലീഷും സമാസമം ചേരുന്ന ഒരു യൂണിവേഴ്സാലിറ്റി തെളിയുന്നുണ്ട്. തനി ലോകമുറക്കാരിയിലേക്ക് പടർന്നൊഴുകുന്ന മൂരിയുടെ വേലകളാണ് പറഞ്ഞു വരുന്നത്. പറയുന്നതിൽ ചിലയിടത്തെങ്കിലും സിനിമയുടെ ശകലങ്ങൾ കയറി വന്നേക്കാം. സിനിമ കണ്ട ശേഷം ഈ വീഡിയോ തുടർന്ന് കാണുന്നതാകും ഉചിതം. ദാത്തെ നിറന്താളെ ലോകോരുള്ള മുറന്താളെ എന്നാണ് തനി ലോകമുറക്കാരി പാടി തുടങ്ങുന്നത്. ദാത്ത എന്നാൽ സത്ത എന്നർത്ഥം. അനാദിയായി നിലനിൽക്കുന്ന സ്പിരിറ്റ്, മനുഷ്യരുള്ള ഇടങ്ങളിലെല്ലാം അവതരിക്കുന്നവൾ. ചന്ദ്ര അല്ലെങ്കിൽ നീലി യുഗയുഗാന്തരങ്ങളായി നിലനിൽക്കുന്ന ലോകത്തിന്റെ അങ്ങോളം ഇങ്ങോളം പടർന്നൊഴുകുന്ന മരണമില്ലാത്ത ആത്മാവാണല്ലോ. മാറത്ത് നൂരാളാണ്, ഹൃദയത്തിൽ ലോകം വഹിക്കുന്നവൾ. വർണ്ണനകൾക്ക് മൂസിന്റെ കയ്യിൽ സെപ്പറേറ്റ് ഡിക്ഷണറി ഉണ്ടെന്ന് തോന്നിപ്പോകും. തനി ലോകമുറക്കാരി, നരഭാവന ധിക്കാരി, പരലോകക്കാരി എന്നൊക്കെയാണ് ചന്ദ്രയ്ക്ക് ചാർത്തുന്ന വിശേഷണങ്ങൾ. സ്വന്തം മുറയ്ക്ക് കഴിയുന്ന നിലനിന്നിരുന്ന നീലി സങ്കല്പത്തെ ധിക്കരിച്ചിറങ്ങുന്ന ഇഹലോകത്തിന് അന്യയായ ഒരുത്തി. ലോകത്തിന്റെ അമരത്ത് നിലയുറപ്പിക്കുന്ന ക്യാപ്റ്റനാണവൾ. ഭിന്നിച്ചുപോയ ലോകത്തെ ഒരു കൊടിക്ക് കീഴിൽ ഒന്നാക്കി നിർത്തിയവൾ. ലോകത്തിന്റെ മുഴുവൻ ഫെമിനൈൻ എനർജിയെയും അവിടെ സമന്വയിപ്പിക്കുക എന്നതാണ് മുഹസിന്റെ പേന കണ്ട ലക്ഷ്യമെന്ന് തോന്നും. മാറിലെ മുറിപ്പാണുണങ്ങും വരെ നീ ആടൂ എന്ന ആഹ്വാനവും കേൾക്കാം. നെഞ്ചിൽ തറച്ചു കയറിയ കുന്തമുനയിൽ നിന്നും അമാനുഷികമായി ഉയർത്തെഴുന്നേറ്റ നീലിയുടെ വീക്ക് പോയിന്റും അതിഹൃദയമാണെന്ന് ഓർക്കണം. തിരയെ തേരാക്കി മാറ്റുന്ന, പേമാരിയെ പങ്കായമാക്കുന്ന പോരാളിയാണ് ചന്ദ്ര. അതിനും അപ്പുറത്തേക്ക് മൂരി റൈറ്റിംഗ്സിന്റെ ഒപ്പ് തെളിഞ്ഞു കിടക്കുന്ന വരികളാണ് പിന്നീട് വന്നത്. ആലത്തിന് സെന്റർ, തനിയാളത്തി കലണ്ടർ, ആപത്തിന് മെന്റർ, തരമാകാത്ത സറണ്ടർ. പല ഭാഷകൾ അർത്ഥം തെറ്റാതെ ഇശലുമാറാതെ തമ്മിൽ മുട്ടിയുരുമി സുന്ദരവാക്യങ്ങൾ നിർമ്മിച്ചെടുക്കുന്ന തന്ത്രം. പല വാക്കുകൾ ചേർത്ത് വെച്ച് അങ്ങനെ ഒരു പസിൽ ഒരുക്കുന്നതിൽ തലതിരിഞ്ഞ റൂമിക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. പാട്ടിൽ കഥയും കഥയിൽ പാട്ടും ഒരുക്കുന്ന പുതുമയുള്ള ശൈലി. ഒരു വാക്കിൽ വിരിയിച്ചെടുക്കുന്ന 100,000 അർത്ഥങ്ങൾ. പൂവാടി എന്ന ഒറ്റ വാക്കിന് ഈണം തെറ്റുമ്പോൾ അർത്ഥം തെറ്റുന്ന ഭംഗി നൽകിയത് മുഹസിൻ തന്ത്രങ്ങളാണ്. അവിടെയും എവിടെയും വാക്കുകളും വരികളും ഉച്ചത്തിൽ പറഞ്ഞു വെക്കുന്നത് അയാളുടെ രാഷ്ട്രീയം കൂടെയാണ്. നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ പ്രണയവും രാഷ്ട്രീയവും തമ്മിൽ ബന്ധമില്ലെന്ന് പറയാനാകില്ല. ജീവിതത്തിന്റെ ആകെത്തുകയിൽ നിങ്ങൾ കൊണ്ടു നടക്കുന്നത് എന്താണോ അതാണ് നിങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്ന മൂസിന്റെ ഓരോ വാക്കിലും അതിന്റെ പ്രതിധ്വനിയുണ്ട്. ബായും ഓർ ബഹനോം എന്ന് തുടങ്ങുന്ന ഹിന്ദി വരികളിൽ ഹേറ്റ് ക്ലബിനെ പറ്റി പാടുന്ന ഉണ്ടാക്കി പാട്ടിൽ തൊട്ടടുത്ത വരിയിൽ അയാൾ എഴുതുന്നത് ഡ രാജ ഡ തുണിയിട എന്നാണ്. രാജാവ് നഗ്നനാണ് എന്ന് പറയുക മാത്രമല്ല, അയ്യേ പൂയ് എന്ന് കൂക്കി വിളിക്കുന്നുമുണ്ട്. പ്രേമികൾക്ക് ഗമയും ഗരിമയും പാടില്ലെന്നും സമഗരിമയാകാമെന്നും പറയുന്ന അത്രയും ലളിതവുമാണ് വരികൾ. സിനിമാ പാട്ടിനപ്പുറത്തേക്ക് മൂസിന്റെ രാഷ്ട്രീയം കടന്നു ചെല്ലുന്നത് കേരളത്തിന്റെ ഇൻഡിപെൻഡന്റ് മ്യൂസിക് പ്രസ്ഥാനത്തിന്റെ വളർച്ചയിലേക്ക് കൂടിയാണ്. നേറ്റീവ് ബാപ്പയും ഫ്യൂണറൽ ഓഫ് എ നേറ്റീവ് സണ്ണും അതിന്റെ മൂല്യം വറ്റാതെ കാലാതിവർത്തിയാകുന്നു. ഫാസിസ്റ്റ് കാലത്തിന്റെ അടയാളപ്പെടുത്തലായി അത് നിലനിൽക്കുകയും ചെയ്യും. തല്ലുമാലയിലെ പാട്ടുമാലകൾ സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ് വലുതാണ്. ഏറ്റവും അറ്റത്ത് ഡാപ്സി എന്ന റാപ്പറുടെ തഗ് കൂടെ ചേർത്ത് വെച്ചത് പിന്നീട് അങ്ങോട്ട് പല ട്രാക്കുകൾക്കുമുള്ള ഊർജമായി. ഡെപ്സിക്കും ബേബിജീനും ജോക്കർക്കും ഒപ്പം പന്തൽ ചാണ്ടും കിങ് ഓഫ് കൊത്തയ്ക്കായി ഡബ്സിയെയും അസൽ കോളറിനെയും ചേർത്ത് വെച്ചൊരുക്കിയ കൊത്തരാജയും നൽകുന്ന എനർജി ബൂസ്റ്റിംഗ് ചെറുതല്ല. ആ ഗോളപ്പെരുമ, തനി ലോക്കൽ ഗരിമ, മൊട കണ്ടാൽ അടപെടൽ എടപാട എന്നൊക്കെ എഴുതാൻ നമുക്കൊരു മൂരിയല്ലേ ഉള്ളൂ. മൂരിജിനൽസ് എന്ന പേരോടെ വന്ന ചായപ്പാട്ട്, 3AM, ജിലേബി, ഏറ്റവും ഒടുക്കം ട്രോളായും ട്രെൻഡായും മാറിയ നടുപ്പേജ് തുടങ്ങിയ ഇൻഡിപെൻഡന്റ് ട്രാക്കുകളും അത്ര ലൗഡല്ലാത്ത സ്വതന്ത്ര സംഗീതത്തിനും ഈ നാട്ടിൽ വേരുണ്ടെന്ന് കാണിച്ചു തന്നു. കേരളത്തിന്റെ തെക്കുതിക്കിൽ നിന്നും മറ്റു മലബാറിലേക്ക് എത്തിയ അധ്യാപകരുടെ ഭാഷാശുദ്ധിക്ക് നഖങ്ങൾക്കിടയിൽ കുരുങ്ങിക്കിടക്കുന്ന മാംസത്തിന്റെ നീറ്റലും
ചൂരൽ പഴുപ്പിന്റെ ചൂടുമുണ്ടെന്നറിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് മഴയുടെ പര്യായമാണെന്ന പരാരിയുടെ വരികൾ നൽകുന്ന സ്വാധീനം വലുതാണ്. ജിണ്ടാക്കിക്കൊന്നും പന്തൽ ചണ്ടെന്നും പറയുന്നതും മാണ്ടാന്ന് വെക്കുന്നതും നമ്മളെ ഭാഷന്യാടോ എന്ന് തോളിൽ തട്ടി പറയുന്ന സുഖമുണ്ട്. എന്തെങ്ങായി ഇരുട്ടത്താണ്, ഒറ്റയ്ക്കാണ് വെച്ചിട്ട് പേടിക്കാനൊന്നും നിൽക്കണ്ട, ഉറക്കൊന്ന് കൂവിയാ മതി. ആരെലൊക്കെ തിരിച്ചു കൂവൂലേ, ആരെലൊക്കെ വരൂലേ? അങ്ങനെയല്ലേ നമ്മൾ ഇവിടെ വരെ എത്തിയെന്ന ചോദ്യത്തിലും അയാൾക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അതുകൊണ്ടാണ് ആലമൊട്ടുക്ക് മുടക്കമുള്ള ഗരിമയായി മൂരി വചനങ്ങൾ മുടങ്ങുന്നത്.